അയ്യോ അമ്മേ. എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾക്ക് ഇയാളെ അറിയോ? അറിയാം സാർ. അറിയില്ല സാർ. എന്താണ്? ഞങ്ങൾ ഒരേ ഓഫീസിലെ സാർ. ഞാൻ ആദ്യമായിട്ട് കാണാം സാർ ഇവനെ. പണ്ട് റൂംമേറ്റ്സ് ആയിരുന്നു സാർ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സാർ. ഞങ്ങളുടെ എൻഗേജ്മെന്റ് നടക്കുമ്പോ ഇവര് റൂംമേറ്റ്സ് ആയിരുന്നു. എന്ത് കള്ളത്തറിയ പറഞ്ഞു നിർത്ത്. നിങ്ങളൊന്ന് ശബ്ദം ഉണ്ടാക്കാതിരുന്നേ. നീ പറയൂ മോനെ. അവരുടെ കല്യാണത്തിന് മുമ്പേ റൂംമേറ്റ്സ് ആയിരുന്നു. ആദ്യമൊക്കെ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു. പിന്നെ ഡിസ്റ്റൻസ് ഒന്നും ഇല്ലാണ്ടായി. ആര്? ഞാനോ? പിന്നെ ഞാനോ? അയ്യോ, മഴയുള്ളൊരു രാത്രി എന്റെ മേത്തേക്ക് കാല് കയറ്റി വെച്ചിട്ട് പ്ലീസ് എന്ന് പറഞ്ഞവനാ. ഏയ്, സംശയം എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കും. അല്ലടാ. അതെ സാർ. അതാണ് സാർ പ്രോബ്ലം. കല്യാണം കഴിഞ്ഞ സമയത്ത് ഓർക്കത്തിൽ ഇയാളുടെ പേര് പറയാറുണ്ട്. അത് മാത്രമല്ല സാർ, എന്റെ വീട്ടിൽ പോയിട്ട് എന്റെ ചേട്ടനെ അനിയനെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ പറയും സാർ. അവന്റെ പേഴ്സിനകത്ത് എന്റെ ഫോട്ടോ ഉണ്ട്, വേണമെങ്കിൽ നോക്കിക്കോ സാറേ. എന്താ ഇതിൽ കറ? അത് ലിപ്സ്റ്റിക് പറ്റിയതാ. ചുമ്മാ വിരലോണ്ട് തുറച്ചാൽ മതി, പൊയ്ക്കോളൂ. ഇത് നീ തന്നെയാണല്ലോ. അതുകൊണ്ടാ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തത്. ഉടനെ തന്നെ ഡിവോഴ്സ് സാങ്ഷൻ ചെയ്യുകയാണ്. എവിടുന്ന് ഒപ്പിച്ചോണ്ട് വരുന്നത് ഇതുപോലത്തെ കേസ്? എന്തൊരു ദുരന്തോ നീ. ചേട്ടാ പറഞ്ഞോളൂ. എന്റെ ജീവിതം നിങ്ങൾ രക്ഷിച്ചു. താങ്ക്സ് ഏട്ടാ. ഇതിനൊക്കെ ഇത്ര നന്ദി പറയാനിരിക്കുന്നു. ഇറ്റ്സ് മൈ പ്ലഷർ. ഇതാ 20,000. ഇതൊട്ടും കനമല്ലല്ലോ. ഒന്ന് വെയിറ്റ് കൂട്ടിക്കൂടെ? കൂട്ടാം, അടുത്ത പ്രാവശ്യം കൂട്ടിത്തരാം. ഇതൊക്കെ എത്ര നാളായിട്ടും കേൾക്കുന്ന പറച്ചിലല്ലാതെ ഒന്നും കൂട്ടി തരുന്നില്ല ഇതുവരെ. നമ്മളെ വെച്ചോ. എന്താ ഇത്? അതെ ചിറ്റപ്പാ, 10,000 പെങ്ങളുടെ ചെലവിനും 10,000 ഞങ്ങൾക്കും. പിന്നെ ആ മുട്ടയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ശല്യം ഉണ്ടായി എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ഡീൽ ചെയ്യാം. അപ്പൊ ഓക്കെ, നമുക്ക് പിന്നെ കാണാം. ബൈ. ശരിക്കും പറഞ്ഞ ഇവനൊരു ഓർഫനാ. കൂടെയുള്ളവരെ സ്വന്തം കുടുംബം പോലെ കരുതുന്നത്. ദൈവം അവനൊരു കുടുംബത്തെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവൻ സ്വന്തം കുടുംബം പോലെ എല്ലാവരും കരുതുന്നത്. അവന്റെ ജോലി കള്ളസാക്ഷ്യം പറയല. പറയുന്ന സാക്ഷ്യം ന്യായത്തിന് വേണ്ടിയായിരിക്കും. അവ ആരും ദ്രോഹിക്കില്ല.